ഒരുപാട് നാട് സഞ്ചരിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ ശല്യമായ അമ്പിളിക്കുട്ടൻ ഇനി അധോലോകത്തിലേക്ക്. ഇത് സുഖ നദിയിലൊരനുപമ ശലഭം ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ. ഇതാണ് രണ്ടുപേരുള്ള സ്കിറ്റ് പിടിച്ച ഇതാണ് ഒരു കുഴപ്പം. കൊള്ളക്കാരൻ ഞാൻ കളിക്കണം, ഒരു കൊള്ള സംഘടന പിന്നെ ക്യാമറ വേണ്ടേ, അത് ഞാൻ തന്നെ കളിക്കണം. ഓരോരോ ഗതികടാ. അമ്പിളിക്കുട്ടന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അതങ്ങനെ എവിടെയെങ്കിലും പോയി കിടക്കും. ഫസ്റ്റ് എൻട്രി തന്നെ പേരും മാറ്റി വിളിച്ച് റൂട്ടും മാറ്റി. അല്ല ബോസേ, ബോസ് എവിടെ പോയിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയി അർച്ചന കഴിക്കാൻ. അയ്യോ എന്തിന്? നമ്മൾ ഇന്ന് സ്കൂളിൽ ബോംബ് വയ്ക്കല്ലേ, അർച്ചന കഴിക്കണ്ടേ? ആരെ പേരിൽ അർച്ചന കഴിച്ച്? ആ സ്കൂളിന്റെ പേരില്. ചില വാക്കുകൾ ഞാൻ കാരണം ഇവിടെ ബാൻ ചെയ്തു, ഞാനത് വിളിക്കുന്നില്ല. ശരി, മുഖത്തൊന്ന് മുഖം മൂടി. ഇത് ആളറിയായിരിക്കായി. കാതിൽ തെറ്റിപ്പോവും, നെറ്റിയിൽ ചന്ദനമുള്ളതുകൊണ്ട് തന്നെ ആരും തിരിച്ചറിയില്ല അമ്പിളിക്കുട്ടനാണ്. അതാണ് ബുദ്ധി വേണം, ബുദ്ധി. ബുദ്ധി വേണം. അത് ന്യായം. നമുക്കില്ലാത്ത ആരെടുത്തായാലും നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങിക്കണം. കറക്റ്റ് ആണ്. അത് ഞാന് ചോറ് മേടിച്ചായിരുന്നു ബോസിന് കേട്ടാ, ഞാനും കഴിച്ചായിരുന്നു. ചോറാ? ഒരു കാശ് എവിടെ നിന്ന്? അത് പിന്നെ ബോസായി ഞാൻ ബോസിനോട് കള്ളം കാണിച്ചു. വഞ്ചനയോട് ഞാൻ പൊറുക്കും. അത് നിങ്ങളെ ഭാര്യ സമ്മതിക്കുവോ? കാഞ്ചനയോടെ പൊറുക്കായി. എടാ വഞ്ചനയോട് ഞാൻ പൊറുക്കും, പക്ഷെ കള്ളം അത് ഞാൻ പൊറുക്കില്ല. പറ, എന്ത് കള്ളത്തരമാണ് നീ എന്നോട് കാണിച്ചത്? പറ. ഇവിടെ ചാക്കിനകത്തിരുന്ന ആനക്കൊമ്പില്ലേ, അത് ഞാനെടുത്ത് വിറ്റ്. ഏത് ചാക്കിനകത്തിരുന്ന? ഇവിടെ ചാക്കിനകത്തിരുന്ന. എന്റെ അവസ്ഥ ഉണ്ടാ. നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കും, പക്ഷേ ആനക്കൊമ്പെന്ന് പറഞ്ഞ് പൊളിച്ചു വെച്ച കപ്പ വാങ്ങിച്ചോണ്ട് അവന്മാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കപ്പയാ? വിളിക്കുന്നു. നീ കൊടുത്ത ആനക്കൊമ്പ അവന്മാർ ഇപ്പൊ അവിച്ചു വെച്ചേക്കായിരിക്കും. അതിന്റെ കൂടെ മുളകും കൂടെ ഉടച്ചോണ്ട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടെ? നിനക്ക് അങ്ങനെ കൊമ്പ് കൊടുക്കണം, തൊട്ടടുത്തിരിക്കില്ല കൊമ്പ്, അതെടുത്ത് കൊടുക്കാൻ ആയിരിക്കുന്നത്. അത് കറുത്ത തടിയല്ലേ? അത് കറുത്ത തടിയാ? അത് ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് വെളുത്തതല്ലേ? സുഹൃത്തേ, പുഴുപ്പല്ലൊന്നും ആനയുടെ കൊമ്പ് അങ്ങനെ ഇരിക്കുള്ളൂ. ആനയ്ക്ക് പുഴുപ്പല്ലോ വരുമോ? മനുഷ്യനായാലും ആനയായാലും പല്ലി വെച്ചില്ലെങ്കിൽ പുഴുപ്പല്ലി ഒരു ഉറപ്പാണ്. കണ്ട? അതാണ് പറയുന്നത്. ചോറുണ്ട്, ചോറ്. ഏത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചത്? അവിടുത്തെ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന്. രുചിയുണ്ടാടേ ഫുഡൊക്കെ? അഴുക്ക ഫുഡ് അല്ലേ, വെറും അഴുക്ക. ആയി വയ്ക്കാൻ കൊള്ളത്തില്ല. മീൻ കറിയാ? മീൻ കറിയും കൊള്ളത്തില്ല. മീൻ ഏത് മീൻ? ഏത് മീനെന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെ ചിത്രമുള്ളൊരു മീൻ. അപ്പൊ അയല? അയലൊന്നും അല്ല, അത് അയലയുടെ ഫിഗർ ചെയ്യുന്ന ഏതാ മാട്ട മീൻ. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും പിന്നെ കൊള്ളക്കാരെന്നുള്ള രീതിയിൽ ഒരു പേടിയില്ല, ഒരു വിലയില്ല. അത് വരുത്തണം. എങ്ങനെ വരുത്തും? ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ബോസിന്റെ വീര കഥകളൊക്കെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. അത് കൊള്ളാം, നല്ല ഐഡിയ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെ കസാക്കിസ്ഥാനിലെ കഥ അങ്ങ് പറഞ്ഞാലാ? പറ. അല്ലെങ്കിൽ വേണ്ട, അതിനകത്ത് വലിയ കൗണ്ടറൊന്നുമില്ല. കഥ പറഞ്ഞിട്ട് അവസാനം കൗണ്ടറിലേക്ക് നമ്മൾ നിന്ന് പുഴുകും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടല്ലേ ചെറുക്കനില്ല അവന്. പക്ഷേ ചമ്പൽക്കാട്ടിൽ പോയിട്ടുണ്ടാ? ചമ്പൽക്കാട്ടിൽ പോയിട്ടുണ്ടാ? എനിക്ക് അലർജിയാണ്, ഞാൻ പോകത്തൊന്നുമില്ല. ചാമ്പലും പൊടിയൊക്കെ. ചമ്പൽക്കാട് എന്നുള്ള സ്ഥലമാണ്. ഭൂലാൻ ദേവിക്ക് ശേഷം ചമ്പൽക്കാട് ഭരിച്ചത് ഞാനാണ്. ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പേടിയായിരുന്നില്ലേ? ഞാൻ ചമ്പൽക്കാട്ടിലായിരുന്നപ്പോ എന്റെ പേര് വേറെ ആയിരുന്നു, ഠാക്കൂർ. ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ആൾക്കാരെല്ലാം പേടിച്ച് ഭയന്ന് ഠാക്കൂറേ ഠാക്കൂറേ എന്ന് വിളി. കേട്ടന്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ മറു കൗണ്ടർ ആലോചിക്കാണ്. അല്ല, സ്ക്രിപ്റ്റിൽ എഴുതാത്ത വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ അടിച്ചാൽ ഞാൻ ഒന്നും ഉണ്ട്. തള്ളി അങ്ങ് മറിക്കുമോ? എനിക്കറിയാം, ഡയലോഗ് പറഞ്ഞിട്ട് ഇരിക്കല്ലേ, ഓർത്ത് പറഞ്ഞാൽ മതി. അമ്പിളിക്കോട്ടെ ഒന്നേ ഒരു കാര്യം പറയട്ടെ. നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ലടാ. നീ ഇന്നതുവരെ എന്തെങ്കിലും ഒരു കൊള്ള കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? കൊള്ള ചെയ്തിട്ടുണ്ടോ? എപ്പോ ചെയ്തു? ബോസ് പറഞ്ഞനുസരിച്ച് ഞാൻ വീടിന്റെ ഫ്രണ്ട് ചെന്ന് കൊള്ളയടിക്കാൻ വേണ്ടി. അപ്പൊ വാതിൽ അടച്ചിട്ടേക്കുന്നു. ഈ തുറക്കാത്ത വാതിൽ തുറക്കാൻ വേണ്ടി ബോസ് ഒരു മന്ത്രം പറഞ്ഞു തന്നല്ലോ. അല്ലാഹി കസം അബൂക ഹുക്കും തുറക്കു സീസേ. ഞാനിത് തന്നെ പറഞ്ഞു. അല്ലാഹു ഹുക്കും അബൂക ഹക്കും തുറക്കു അസീസേന്ന്. എന്നിട്ട് തുറന്ന്. ആര്? മറ്റേ സിനിമയിലൊക്കെ ഉള്ള നെടുമങ്ങാടുള്ള എന്നിട്ട് എന്റെ അടുത്ത് എന്താ അവിടെ അയക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരു ആശംസാ വീഡിയോ മേടിക്കാൻ വന്നതാണ്. ആ രാത്രി 2 മണിക്കാണ് ആശംസാ വീഡിയോ. ഇടിയുടെ പെരുന്നാളായിരുന്നു അവിടെ. നാട്ടുകാരറിഞ്ഞ? അവർക്കൊന്നും എന്നെ അറിഞ്ഞൂടാ, അവര് പിടിച്ചു. ഇതേ ആൾക്കാരെ അടി വാങ്ങിച്ചു കൂട്ടണതേ. നമ്മളിപ്പോ കൊള്ള സംഘത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ കായിക അഭ്യാസങ്ങൾ, ആയോധന കലകൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. ഞാൻ ബോക്സിംഗിൽ ചാമ്പ്യൻ അല്ലേ? പിന്നെ ബോക്സിനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ബോക്സിംഗിൽ മെയിൻ ആയിട്ട് നമ്മളെ എതിരാളികളുടെ മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചിരിക്കണം.
ആ പിന്നെ മൂക്കിന് ഇടി കൊണ്ടാ വലിയ കുഴപ്പമില്ല. ഈ തിരുനെറ്റിക്ക് 3 ഇടി പടോ എന്ന് മേടിച്ചാൽ നമുക്ക് ഈ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വരും. കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോസിന്റെ ഈ നീല ഉടുപ്പ് നീ ഇത് പച്ചയല്ലേ? ഒരു ഇടി കിട്ടിയാലും വരും കേട്ടോ. ഇവക്ക് വാങ്ങിച്ച് കിട്ടുന്നുണ്ടല്ലേ? അങ്ങനെയല്ലേ വരൂ. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യില്ല. നിന്നെ ഇവിടെ നിർത്താൻ കൊള്ളില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ നിർത്താം. അതായത് നിന്റെ ഭാഗത്ത് ഇത് തന്നെ മതി, ഇത് തന്നെ മതി അമ്പലിക്കുട്ടാ. എനിക്ക് മനസ്സിലായി, പോലീസുകാരത് നിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ എന്നെ ഒറ്റ കൊടുക്കാതിരിക്കാൻ വേണ്ടി നീ ഈ സൈനൈഡ് കഴിച്ച ആത്മഹത്യ. അതിനല്ലേ ഈ സൈനൈഡ് പോക്കറ്റ് ഇട്ടിരിക്കുന്നത്? സൈനൈഡ് ഒന്നും അല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗർ പറഞ്ഞാൽ തലകറക്കം വരും. നക്കാൻ വേണ്ടി പെണ്ണുമുള്ള ഉണക്കമുന്തിരി കെട്ടിയിട്ടേ ഷുഗർ കുറഞ്ഞേ. ഓക്കെ പുള്ളിക്കുട്ട തമാശ പറയല്ലേ, തമാശ പറയല്ലേ. അനിൽ സാറേ അതാണ്ട് ഈ പുള്ളി പറയുന്ന തമാശ പറയല്ലേ. ശമ്പളം പോലും കൊടുക്കരുത്, പറഞ്ഞു വിട് സാറേ. അങ്ങനല്ല, തമാശ ഇല്ലെങ്കിൽ സ്കിറ്റ് പോകില്ല. ഞാൻ അതല്ല പറഞ്ഞത്. എടാ നമ്മൾ ഇന്നിവിടെ സ്കൂളിൽ ബോംബ് വെച്ചാ അതിന്റെ പ്ലാനിങ് അല്ലേ നിന്നെ തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ആ സമയത്ത് നീ തമാശ പറയരുത്, സീരിയസ് ആയിട്ടിരിക്കണം. നീ പ്ലാൻ ചെയ്തല്ലോ എല്ലാം വെച്ചു. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ. 40 ഇതുവരെ ചെയ്തതിനെല്ലാം മാപ്പ്. അതല്ലെന്ന് മാപ്പ് മറ്റേ റൂട്ട് മാപ്പ് തരാം. ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോ. കാട്, മഴ, പുല എല്ലാം ഉണ്ട്. പുഴ. ഇതുവഴി നമ്മൾ പോയാൽ ഇതുവഴി പോയാൽ പിന്നെ ഈ വഴി നമുക്ക് പോകാക്കില്ല. എന്ത് ഇതുവഴിയല്ലേ നമ്മൾ പോയത്? ഇതുവഴി ഞാൻ നിന്റെ റൂട്ട് പിടിച്ചോളാം. അപ്പൊ ഇതുവഴി പോവാം. ഇതുവഴി നമ്മൾ നേരെ പോകുമ്പോ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെയാണ് ആ ഈ വലിയ വീട് ബംഗ്ലാവ്. അത് കേട്ടാ ഒരു ബോംബ് മാറ്റി വെച്ചേക്കണേ. ആ വീടിനെ പേരിട്ടോനെ കൊല്ലാനാ പറ്റി. നമ്മൾ അവിടെ ബംഗ്ലാവിന്റെ അവിടെ എത്തി. ബാക്കി എന്നിട്ട് നമ്മൾ ഈ ബംഗ്ലാവിന്റെ മതിലെടുത്ത് ചാടുന്നു. ഒരിക്കലും നടക്കില്ല. ആ വീട് കാവലിനായി ഒരുപാട് പെൺപട്ടികളും ആൺപട്ടികളും അവിടെ ഉണ്ട്. കന്നിമാസമല്ലേ, പട്ടികൾ അവരുടെ ഡ്യൂട്ടികൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഡ്യൂട്ടികൾ ശ്രദ്ധിക്കണം. നമ്മൾ മതിൽ ചാടി മതിൽ ചാടി നേരെ റബ്ബർ തോട്ടം വഴി ഇറങ്ങി ഇവിടുത്തെ പള്ളി, പള്ളിയുടെ ഓപ്പോസിറ്റ് ചന്ത. ആ ചന്തയുടെ സൈഡിലുള്ള ശാരദ ചേച്ചിയുടെ കടയിൽ പോയി 2 ദോശയും 2 സിംഗിൾ ആംപ്ലേറ്റും മുളക് ചമ്മന്തി 1 രൂപ വെള്ളം മേടിച്ചോണ്ട് ഓടി വാ. ബാലൻസ് ഉള്ള പൈസക്കാ 2 പപ്പടം കൂടെ മേടിച്ചോ. ഉള്ളത്തലവേ ഞാൻ നിനക്ക് പാഴ്സൽ വാങ്ങിയാ നിൽക്കുന്നത്. 1500 കൊടുത്ത് വരച്ചത് വെറുതെ ആയി പോയില്ല. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല അമ്പളിക്കുട്ട, ഒന്നിനും കഴിയില്ല. പറയല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊള്ള സംഘത്തില് നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ വേണം. ഒരാളുണ്ട് തന്നെ എന്റെ കസ്റ്റഡിയിൽ. പറ. ഭയങ്കര ബുദ്ധിയാണ്. എന്റെ മാമന്റെ അച്ഛൻ വില്ലേജ് ഓഫീസറാ. പുള്ളി ഇപ്പൊ റിട്ടയർഡ് ആയ? ഇല്ല പുള്ളി തന്നെ ഇപ്പോഴും മാമന്റെ അച്ഛൻ. എന്റെ കൊലയിലുള്ളതല്ലേ അത് വേണ്ട, അതങ്ങ് കളഞ്ഞേരാ, ആവശ്യമില്ല. പുള്ളിക്കുട്ടാ ഞാൻ ആലോചിക്കുന്നത് വേറൊരു കാര്യം. നിന്റെ ഇതാണെങ്കിൽ എനിക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുത്തിട്ട് വല്ല പണിയും നോക്കി പോവേണ്ടി വരും. സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പണി നോക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ കൊടുത്തിട്ട് കൊല്ലത്ത് പോവാ, ജോലി കിട്ടും. ആര് പറഞ്ഞു? കേട്ടിട്ടില്ലേ, കൊടുത്താ പണി കൊല്ലത്തും കിട്ടുമെന്ന്. ആരി കൊടു. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ കള്ളവണ്ടി കയറിയിട്ടല്ല, നാട്ടുകാര് കാശ് പിരിച്ചിട്ട് ആ പിരിവില്ല കാശ് കൊണ്ട് നിനക്ക് ടിക്കറ്റ് എടുത്തായിരിക്കും പറഞ്ഞു വിട്ടത്. എങ്ങനെ മനസ്സിലായി? ഒരു വണ്ടി ഓടുമ്പോൾ നമുക്ക് അറിയില്ല ഏത് റൂട്ടിലാണ് ഓടുന്നതെന്ന്. പിന്നെ അവരെന്തൊക്കെ പറഞ്ഞു? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടായി. അതങ്ങനെയല്ല, മാറ്റണം. നീ എവിടെയെങ്കിലും പോ, ഞങ്ങൾ രക്ഷപ്പെടുത്തണായിരിക്കണം. കഷ്ടം നമ്മളിക്കോട്ടെ. എനിക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 4:30 സ്കൂളിൽ ബോംബ് വെച്ചേ പറ്റൂ. അതിനൊരു മാർഗം നീ പറഞ്ഞു തന്നേ പറ്റൂ. ബോംബ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാ. കറക്റ്റ് 4:30 അത് പൊട്ടേം ചെയ്യും. ഉറപ്പാണ്. ഓക്കെ, നീ സംശയമില്ല. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, കുട്ടികളുണ്ടാവില്ലേ? 3 വർഷം നല്ല ചികിത്സയിലാണ്. അടുത്ത വർഷം ഒരു കുഞ്ഞിക്കാലി കാണാം. ഈ ബോംബ് വെക്കുമ്പോ സ്കൂളിൽ കുട്ടികളുണ്ടാവത്തില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ അമ്പളിക്കുട്ടൻ? പ്ലാനിങ് ഇന്ന് ഞായറാഴ്ച. പക്ഷെ എനിക്ക് അവനെ മാത്രം കിട്ടിയാൽ. എന്റെ കൂടെ പഠിച്ച പയ്യനാണ് ഇപ്പൊ അവിടുത്തെ സുരേഷ്, അവിടുത്തെ പിയൂണാ. അവനെ മാത്രം, അവനോടുള്ള പ്രതികാരം മാത്രം എനിക്ക് തീർത്താൽ മതി. എന്ത് പ്രതികാരം? 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രതികാരം. 5ാം ക്ലാസ്സിൽ വെച്ചാൽ എല്ലാരും കേട്ട് നിൽക്കുക. എന്റെ മുഖത്ത് നോക്കി ചിമ്പാൻസി എന്ന് വിളിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ വെച്ചാ? ഓ, ഇത്രയും നാള് കഴിഞ്ഞ പ്രതികാരം ഇപ്പോഴാണോ ചെയ്യുന്നത്? എടാ ഇന്നലെ കാഴ്ച ബംഗ്ലാവ് കാണാൻ പോയപ്പോഴാണ് ഈ വൃത്തിയായിട്ട ചിമ്പാൻസി ഞാൻ കാണുന്നത്. കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? കണ്ടിട്ട് താടി ഇതുപോലെ അല്ല, കുറച്ചും കൂടെ ഒതുക്കമുണ്ട്. മീശ എങ്ങനെയല്ല, പിന്നെ മൂക്ക് എന്നെ പോലെ ചപ്പിയിട്ടില്ല, കുറച്ചും കൂടെ ഇതുണ്ട്, അടുക്കമുണ്ട്. പിന്നെ കണ്ണ് ഉണ്ട കണ്ണാണ്, മുടി ഇങ്ങനെ പരന്നിട്ടല്ലേ ഒതുക്കാം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ കാട്ടിയും കൊള്ളാം. കൂട്ടാ അവനെ കൊല്ലണം, ആ പിയൂൺ സുരേഷിനെ കൊല്ലണം. പറ നീ ബോംബ് വെച്ചോ? ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യം 4:30 തന്നെ ബോംബ് പൊട്ടും. ഉറപ്പാണ്. സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ദേഷ്യം വന്നാ എന്റെ തോക്കിൽ നിന്നും തീ തുപ്പും. അതിന് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുന്ന തുപ്പിക്കഴിഞ്ഞാൽ വാഴണം അമ്മ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 4:30 തന്നെ ബോംബ് പൊട്ടും. ഉറപ്പാണല്ലോ. ടൈമർ ഞാൻ ഊരി കൊണ്ട് വന്നിട്ടുണ്ട്.
എന്തോന്ന്? ടൈമർ ഊരിക്കൊണ്ടു നിങ്ങളെ കാണിക്കാൻ. എടാ, അത് ടൈം ബോംബാണ് അവിടെ വെച്ചത്. ആ ടൈമറില്ലാതെ എങ്ങനെയാണ് 4:30 പൊട്ടുന്നത്? അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതും പൊളിച്ചല്ലടാ നീ. ബോസെ പെണങ്ങല്ലേ ബോസെ, ഒരു കാര്യം ചെയ്യും. അവിടുത്തെ പ്യൂൺ ബോസിന്റെ കൂട്ടുകാരനല്ലേ, ആണെങ്കി പുള്ളിയെടുത്ത് പറ 4:30 ഒന്ന് തീ എത്തിച്ചേക്കാൻ. അയാൾക്ക് പ്രതികാരം ഒന്നും കാണുമല്ലോ, ചിമ്പൻസി പുള്ളി മറന്നു കാണും അതൊക്കെ. ഞാൻ നിന്നോടുള്ള പറച്ചിൽ നിർത്തി. പറഞ്ഞു പറഞ്ഞ് വായിലെ വെള്ളം വറ്റി നിർത്തി. വെള്ളം പറ്റി അത് പറയണ്ടേ? വെള്ളമൊക്കെ എന്റെ ഉണ്ടല്ലോ. പറയാൻ ആ വെള്ളം കുടിച്ചോ. അതെന്തോന്നത്? എന്നിട്ട് പട്ടാളക്കാട്ട് ഇരുന്നത് മറ്റേ വാട്ടർ ബോട്ടിൽ. അത് വാട്ടർ ബോട്ടിലല്ല. എടാ, അത് ഊരരുത്. അത് വാട്ടർ ബോട്ടിലല്ല, ഗ്രനേഡാണ്. തുറന്നാ പൊട്ടുവാടാ. സാറേ, 1 മിനിറ്റ്. എക്സ്പ്ലോഷന്റെ ഗ്രാഫിക്സിലെ ഒരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്നെ കൊല്ലിക്കാൻ വേണ്ടി വന്നതാ അമ്പിളിക്കുട്ടാ. ഇനി എക്സ്പ്ലോഷന്റെ ഗ്രാഫിക്സ് ഇട്ടോ.